வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்டா செத்தா ரிப்பீட். இன்னைக்கு வருவான், சுடுவான், சாவா ரிப்பீட். முடியல தலைவரே, முடியல தலைவரே. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ഫ്ലാഷ് ബാക്ക്. ഇവൻ വലിയ ഹീറോ ആന്ന ഇവന്റെ വിചാരം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അന്നവൻ എന്താ കുശായ പറഞ്ഞത്? എന്റെ അന്ത്യം എടുത്തു, കൗണ്ട് ഡൗൺ തുടങ്ങിക്കോളാൻ. ഇനി ഞാൻ കാണിച്ചു തരാം അന്ത്യം ആരുടേതാണെന്ന്. മാറ്റടാ ഗിയർ. വേഷപ്പകർച്ചയിൽ പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആഗോള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കില്ല. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. റിലീസ് ചെയ്ത് 11 ദിനം കൊണ്ടാണ് ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് അറിഞ്ഞില്ല. കുമാരൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. നിനക്ക് ശുക്രദശ തുടങ്ങിയെന്നർത്ഥം. ഭാഗ്യവാൻ. പ്രേമലുവിന്റെയും മഞ്ഞുമ്മൽ ബോയ്സിന്റെയും തിയേറ്ററിലെ മികച്ച പ്രതികരണങ്ങളെയും കടുത്ത വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഭ്രമയുഗത്തിന്റെ ഈ സുവർണ നേട്ടം. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ചിത്രത്തിന്റെ ഈ നേട്ടത്തിനൊപ്പം മമ്മൂട്ടിയും മലയാളത്തിൽ പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 3 വർഷം 50 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള നടൻ എന്ന റെക്കോർഡാണ് മമ്മൂട്ടി സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ 50 കോടി നേടിയ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന അപൂർവത കൂടി ഭ്രമയുഗത്തിലുണ്ട്. മാരണം ഒന്ന് കഴിഞ്ഞപ്പോ മറ്റൊന്ന്. തലവേദന വിട്ടുമാറുന്ന ലക്ഷണമില്ലല്ലോ. 2023 റിലീസ് ചെയ്ത കണ്ണൂർ സ്കോഡും 2022 പുറത്തിറങ്ങിയ ഭീഷ്മ പർവവും 50 കോടി ക്ലബിലെത്തിയിരുന്നു. These culprits are not making any mistakes. കിട്ടത്തട്ട വീട്ടിലെ തേടർമാരെ അഭിമാനം തോന്നുന്നു. ഇപ്പോഴത്തെ 2024 ഭ്രമയുഗം 3ാമത്തെ 50 കോടി ക്ലബ്ബ് മമ്മൂട്ടിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? സാധാരണ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ പടം അല്ലാതിരുന്നിട്ട് കൂടി ഭ്രമയുഗത്തെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നതാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മലയാളികള് പറഞ്ഞ മാതിരി സിനിമ ആക്സെപ്റ്റ് ചെയ്യും, അതെങ്കിൽ തട്ട് തന്നെ ചെയ്യും. നല്ല പടങ്ങൾ ഇറക്കി നല്ല ക്വാളിറ്റി സ്റ്റഫ് ആണെങ്കിൽ ഇതേമാതിരി 50 കോടി 100 കോടിയൊക്കെ കൊണ്ടുപോവാ. ജോണി ചായ മനസ്സിലായില്ല. മനസ്സിലാവാതിരിക്കരുത്, മനസ്സിലാകണം. ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ റിവ്യൂ പറഞ്ഞവരെ തലയിൽ കയറിയിട്ടും ബോംബിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് കരയാം. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലല്ലേ. ഇനി എന്റെ അടുത്ത ചുവടിൽ ആകാശം മുട്ട തീ ഉയരും.